ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് മോട്ടിവേഷണൽ സ്പീച്ചിൽ കോൺഫിഡൻസ് ആണ്. ഓക്കെ, നമുക്ക് പലർക്കും കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ ചിലർക്കൊന്നും കോൺഫിഡൻസ് കുറവാണ്. നമുക്കുണ്ടെങ്കിലും നമുക്ക് ചില സിറ്റുവേഷനിൽ കോൺഫിഡൻസ് കുറവായിട്ട് വരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമുക്ക് ഒരാളുടെ പലർക്കും ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഉണ്ടാവും. ഇപ്പോൾ സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കാനായിട്ട് പലർക്കും തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരാൾക്കാരെ ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള കോൺഫിഡൻസ് കുറവായിരിക്കും. ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളുടെയൊക്കെ ധൈര്യം ചോർന്നു പോവുക. അയ്യോ, നമുക്ക് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നതായിരിക്കും. സോ നമ്മൾ ഈ ആൾക്കാരെ കാണുമ്പോൾ, നമ്മൾ ഓഡിയൻസിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് പറയണം എന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് പലർക്കും ഉള്ളത്. എത്ര പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, വലിയ വലിയ ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും തന്നെ ചില സമയത്ത് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പൊ എല്ലാവരും ഇതുവരെ കടന്നു ഉള്ളവരും ഉണ്ടാവും. വലിയ വലിയ ആൾക്കാരും ഇതുപോലെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കോമൺലി ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഞാനിപ്പോ എന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ മിറർ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്, ഗുണം ചെയ്യും. കാരണം വെച്ചാൽ മിറർ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് വരും. അപ്പൊ നമുക്ക് ആ കോൺഫിഡൻസ് നമുക്ക് നല്ലപോലെ ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലപോലെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മളപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് കാണുന്നത്, നമ്മൾ വേറെ ആരും കാണുന്നില്ല. അപ്പൊ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ പബ്ലിക്കായിട്ട് ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോ എന്താ പറയാ, നമുക്കിപ്പോ എന്തെങ്കിലും ഇപ്പോ തോട്ട് ഫോർ ദ ഡേയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിറർ പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റും. ആർക്കും ഇതൊരു സാധ്യമല്ലാത്ത ഒരു കാര്യമല്ല, എല്ലാവർക്കും സാധിക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല, നമുക്ക് എല്ലാം സാധിക്കാം. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളായി തന്നെ ശ്രമിക്കണം. ഇപ്പൊ ആൾക്കാർ ഓരോന്ന് പറയും, ഓ ഇവൾക്ക് അതിനെ കൊണ്ട് പറ്റത്തില്ല, ഇവളെ കൊണ്ട് പറ്റത്തില്ല, ഇവള് ഇങ്ങനെയാ അങ്ങനെയാ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. നമ്മളതൊന്നും കെയറേ ചെയ്യരുത്. എന്നുവെച്ചാൽ നമ്മൾ ഈ കഥകൾ കേട്ട് ആ കഥകൾ വിടുക. ആൾക്കാർ പറയുന്നത് പലരും പല രീതിയിലൊക്കെ പറഞ്ഞു നിൽക്കും, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അവർക്ക് എന്തും പറയാം. നമ്മളുടെ ഭാവി, നമ്മുടെ ലൈഫ്, നമുക്കൊരാഗ്രഹമുണ്ട് എങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി ചെല്ലുക. ആരും നമ്മളായി ഇങ്ങോട്ട് തേടി നമ്മളെ വരില്ല. നമ്മൾ തന്നെ ഇറങ്ങി ചെന്നാൽ മാത്രമാണ് 10 പേര് നമ്മളെ അറിയത്തുള്ളൂ. ഇപ്പൊ നാളെ ഇപ്പൊ ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാര് നാളെ നമ്മൾ ഇറങ്ങി ചെന്ന് ഇതുപോലെ സംസാരിച്ച് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആയി ഒക്കെ വരുമ്പോഴത്തേക്ക് അവരൊന്നും നമ്മളെ മുന്നിൽ വന്നിട്ട് നമ്മളെ അപ്രിഷിയേഷൻ ചെയ്യും. കാരണം നീ ചെയ്ത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു അന്ന് കുറ്റപ്പെടുത്തിയതൊക്കെ വീണ്ടും നമ്മളെ അടുത്ത് തന്നെ വരും. അത് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ആ തോന്നൽ ഉണ്ടാവണം. ഞാനും ഇപ്പൊ ആ കാര്യത്തിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം എനിക്കും കോൺഫിഡൻസ് ലെവൽ കുറവായിരുന്നു. ഞാൻ ഇതുപോലെ മിറർ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ, മിറർ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാം, ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഞാൻ ഒരിക്കലും തന്നെ വിചാരിച്ചില്ല ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നും ഇതുപോലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമെന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പോ അതിനൊക്കെ ഞാൻ മുന്നിട്ട് ഇറങ്ങിയതാണ്. കാരണം എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചാനൽ വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർ എങ്ങനെ കാണും, അവരെന്ത് വിചാരിക്കും, എങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലായാലും ഒത്തിരിയും പേരുണ്ടാവും, നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്കിങ്ങനെ തോന്നും, ഞാൻ ഇങ്ങനെ പേഴ്സണലി വിചാരിച്ചിട്ടുണ്ട് അവരൊക്കെ എന്തോ ആയിരിക്കും എന്നെ പറ്റി വിചാരിക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് അത് ഒരു ധൈര്യമാണ്. കാരണം വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്. അപ്പൊ കോൺഫിഡൻസ് കൂട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഓക്കെ, ഇപ്പൊ ഒരാൾ സപ്പോർട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് കോൺഫിഡൻസ് കിട്ടത്തില്ല. നമ്മളായി തന്നെ ഇറങ്ങണം. നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാവണം. ആളുകൾ പറയുമ്പോൾ അവർ പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കോൺഫിഡൻസ് ലെവൽ നല്ലപോലെ വർദ്ധിപ്പിക്കുക. അതിന് നമ്മൾ മിറർ പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ എല്ലാവരും മുന്നിൽ നിന്ന് പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഡോർ അടച്ചിട്ട് നമ്മൾ എന്തായാലും കണ്ണാടിയുടെ മുന്നിൽ പോകുന്ന ആൾക്കാരായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ പോകും മേക്കപ്പ് ചെയ്യാൻ, എന്തിനെങ്കിലും നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോകും. അപ്പൊ നമുക്ക് ആ മുന്നിൽ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഓപ്പോസിറ്റ് നമ്മളാണ് വിചാരിക്കാതെ വേറെ ആരോ ആണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളെ ഉള്ളൂ, ഇപ്പൊ 3, 4, 5, 6 പേരൊക്കെ വേണം പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഇറങ്ങിച്ചെന്ന് അവരെ മുന്നിലൊക്കെ നമുക്ക് ഇതുപോലത്തെ
സംസാരിക്കാൻ പറ്റും പബ്ലിക്കായിട്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പം നോക്കുന്നത് നമുക്ക് റിലേറ്റീവ് ആരെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അവരുടെ മുന്നിൽ ഇറങ്ങി ചെല്ലുക. അപ്പൊ 3-4 പേരെ കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഒറ്റയടിക്ക് നമുക്ക് ഒരാളുടെ ഇപ്പൊ ഒറ്റയടിക്കത്തെ പബ്ലിക്കായിട്ടുള്ള ആൾക്കാർ ഇരിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്കത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും പറ്റത്തില്ല. ഇപ്പൊ കോൺഫിഡൻസ് ഉള്ള ആള് എന്നുവെച്ചാൽ കോൺഫിഡൻസ് കുറച്ചും കൂടി ഉണ്ട്. കോൺഫിഡൻസ് ഉണ്ടവർക്ക് പോലും പറ്റത്തില്ല അങ്ങനെ. അവർക്ക് എന്തായാലും ഒരു ഫിയർ ടെൻഷൻ ഒക്കെ വരും. കാരണം എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് മോട്ടിവേഷണൽ സ്പീച്ച് ഇങ്ങനെ വുമൻസ് ഡേയുടെ അന്നായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ യൂട്യൂബിലും എന്റെ ആദ്യത്തെ ചാനലിലും ഒക്കെ ഇംഗ്ലീഷ് മാസ്റ്ററിലും ഒക്കെ ഞാൻ ഇങ്ങനെ ഇറങ്ങി നിങ്ങൾക്ക് മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ തരാറുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ പേഴ്സണലി ഇങ്ങനെ പറഞ്ഞ് ശീലമില്ല. അപ്പൊ എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു പോയി സംസാരിക്കണം എന്നുള്ളത്. പക്ഷെ ആൾക്കാർക്കിടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ സംസാരിച്ചു ഞാൻ. പക്ഷെ എങ്കിലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓ ഇവരൊക്കെ എന്ത് വിചാരിക്കും, എങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ എടുക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ആ വീഡിയോ അതുപോലെ തന്നെ എനിക്ക് നല്ല റെസ്പോൺസ് ആണ് എനിക്ക് അതിന് കിട്ടിയത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ ആൾക്കാരും എന്നെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മളായിട്ട് തന്നെ ഇറങ്ങിച്ചെല്ലണം. എങ്കിലാണ് നമുക്ക് നല്ല നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ചുമ്മാ ഇപ്പൊ നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണ്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് ഉണ്ട്, നമുക്കൊരു ധൈര്യം വേണം പോയി പറയാനായിട്ട്. അതില്ലാത്തത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഒത്തിരി കഴിവുണ്ട്. ഓരോരുത്തർക്ക് പഠിപ്പിക്കാൻ നല്ല കഴിവുണ്ട്, ഓരോരുത്തർക്ക് കുക്ക് ചെയ്യാൻ നല്ല കഴിവുണ്ട്, ഓരോരുത്തർക്ക് കേക്ക് ഉണ്ടാക്കാൻ നല്ല കഴിവുണ്ട്. അങ്ങനെ പല രീതിയിലും മേഖലയിൽ പുറത്ത് വരയ്ക്കും, ആർട്ടിസ്റ്റ് ആണ്, നല്ലപോലെ ഡ്രോയിങ് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി കഴിവുകളുള്ള ഒരുപാട് പേര് നമ്മുടെ ഈ സമൂഹത്തുണ്ട്. പക്ഷെ ആരും തന്നെ മുൻകൈ എടുത്ത് വെളിയിലോട്ട് വരുന്നില്ല. എന്തിനാ? അവർക്കൊരു പേടിക്കുറവ്. ഇപ്പൊ ഞാൻ വെളിയിൽ വന്ന ആൾക്കാർ എന്താ പറയാ, അങ്ങനെ പറയും ഇങ്ങനെ പറയും. നമ്മളിപ്പോ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. നല്ലൊരു അവസരമാണ്, നമുക്കത് പ്രൂവ് ചെയ്യാം, പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ പബ്ലിക്കായിട്ട് ഇറങ്ങി അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് തന്നെ അറിയത്തുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പൊ നമുക്ക് സ്വയമായിട്ടും തോന്നാറുണ്ട്. കാരണം എനിക്കിപ്പോ പബ്ലിക്കലി ഇറങ്ങുന്ന വെച്ചാല് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ തന്നെ എനിക്ക് തന്നെ ഇങ്ങനെ നിങ്ങളോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹത്തോടെ ഞാൻ ഈ ഒരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഒത്തിരി തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് ഇതുപോലെ പബ്ലിക്കായിട്ട് സംസാരിക്കുക, പല കാര്യങ്ങളും ഇപ്പൊ പലർക്കും അറിയാത്ത ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നൊക്കെ ഉള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എനിക്ക് നിങ്ങളായിട്ട് ഇടപെടുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങളും അതുപോലെ ചെയ്യുക, പബ്ലിക്കായിട്ട് ഇറങ്ങി നല്ല പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ആശ്വാസമായിരിക്കും. ഇപ്പൊ ഓരോരുത്തർ കൈയടിക്കുക കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാ തോന്നുക മനസ്സിനകത്ത്. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി ചെല്ലണം. നമ്മളിപ്പോ പൊതുവേ നമുക്കിപ്പോ വലിയൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ എനിക്കും കാണുമായിരിക്കും ആ ഫിയർ. ഇപ്പൊ ഞാൻ ചെറിയൊരു ഓഡിയൻസിന്റെ മുന്നിലാണ് ഞാൻ ഈ ഒരു സ്പീച്ച് പ്രസന്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഒത്തിരി ആൾക്കാരെ മുന്നിൽ സ്പീച്ച് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നമ്മളിപ്പോ ഇപ്പൊ 30 പേര് ആൾക്കാരെ മുന്നിലാ പറഞ്ഞെങ്കിൽ പിന്നെ അത് 50 പേരാക്കണം. അങ്ങനെയൊക്കെ വലുതായി വലുതായി ആണ് നമുക്ക് ഒത്തിരി വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ. സപ്പോസ് ഇപ്പൊ മിനിസ്റ്റർമാർ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇവൻ പ്രധാനമന്ത്രി ആരെങ്കിലും കാണും, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ നമ്മുടെ അതൊരു കഴിവാണ്. നമ്മൾ പ്രാക്ടീസ് എടുത്ത് നല്ല രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എല്ലാവർക്കും തന്നെ പറ്റും. എല്ലാവർക്കും ദൈവങ്ങൾ ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ കഴിവൊക്കെ ഉള്ളിൽ തന്നെ വെച്ച് ഒതുക്കി ഒതുക്കി അടുക്കള തന്നെ കൂടി അടുക്കള ജോലി ചെയ്ത് എന്നാ അത് നമ്മൾ അങ്ങനെ ചെയ്യരുത്. അത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ പുറത്തെടുക്കണം. ഒരിക്കലും വീട്ടിൽ തലക്കപ്പെടേണ്ടവര് അല്ല. ഇപ്പൊ ആണുങ്ങൾ ജോലിക്ക് സോറി പുരുഷന്മാർ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അവര് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, പുറത്ത് ഇറങ്ങുന്ന ആ ആൾക്കാരെ കാണുന്നു. നമ്മൾ സ്ത്രീകളാണ് ഉള്ളിലിരിക്കുന്നത്. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം, പോകണം, സംസാരിക്കണം. എനിക്ക് നമുക്കും ഒത്തിരി കാര്യമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ധൈര്യമില്ലാത്ത കോൺഫിഡൻസ് ആണ്. ഇപ്പൊ പുരുഷന്മാരുടെ കേസിൽ പലർക്കും ഉണ്ട് അത്. കോൺഫിഡൻസ് ലെവൽ ഇല്ലാതെ പലർക്കും ഉണ്ട്. കാരണം വെച്ചാൽ എന്നോട് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വരുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ല, സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെന്താ പറയും ഇവരെന്താ പറയും എന്നൊക്കെയുള്ള പേടിയുണ്ട് എന്നൊക്കെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ലൈഫ്, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി നമ്മൾ സേഫ് ആക്കണം എന്നുള്ളതാണ്. ഇപ്പൊ പറയേണ്ടവർ എന്തും പറയും, അവരിങ്ങനെ പറഞ്ഞിട്ട് പോകും. ഇപ്പം എന്തെങ്കിലും പറ്റിയാൽ നമുക്കാ പറ്റുക, നമ്മുടെ ഫ്യൂച്ചറാ പറ്റുക. അപ്പൊ നമ്മൾ അത് ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യം പ്രാക്ടീസ് ചെയ്യുക. ആൾക്കാരുടെ മുന്നിലേക്ക് ഇപ്പൊ കുറച്ച് പേരേ ഉള്ളൂ എങ്കിലും അവരുടെ മുന്നിലേക്ക് ഇറങ്ങി സംസാരിക്കുക.
അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ കേക്ക് ഉണ്ടാക്കാനാവും, നിങ്ങൾ ഇറങ്ങിച്ചെന്ന് പബ്ലിക്കായിട്ട് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കുക. അപ്പൊ നിങ്ങൾക്ക് ധൈര്യം വേണം, എല്ലാത്തിനും ചോദിക്കും. ഇപ്പൊ നമുക്ക് ഒരു സാറിനെ കണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരു അപേക്ഷ എഴുതണം, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുനിസിപ്പാലിറ്റിയോ അവരൊക്കെ കയറി ഇറങ്ങാനായിട്ട് നമുക്കിപ്പോ അറിയത്തില്ല, നമുക്ക് പേടി കാണും, ഇവരോടൊക്കെ എന്തോ പറയും എന്നൊക്കെ ഉള്ളത്. നമ്മൾ ആ പേടി മാറ്റി വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇറങ്ങിച്ചെല്ലാം, ഇറങ്ങി ചെന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ പബ്ലിസിറ്റി ചെയ്യുക. അപ്പൊ അത് നമുക്ക് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് അത് നല്ലപോലെ സാധിച്ചെടുക്കാൻ പറ്റും. കാരണം എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്, അതായത് ഇപ്പൊ നിങ്ങളോടായിട്ടാണ് ഞാൻ ഈ പറയുന്നത്, പക്ഷെ എനിക്ക് പറയാനായിട്ട് പറ്റും. പറയുന്നത് കാരണം വെച്ചാൽ എനിക്ക് ഒരു സപ്പോർട്ട്, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സപ്പോർട്ടും കിട്ടിയത്, ഇപ്പൊ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള സപ്പോർട്ടും എനിക്ക് കിട്ടിയത് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നാണ്. സോ ഹസ്ബൻഡാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം പറഞ്ഞതും. നീ അപ്പൊ എന്ത് തുടങ്ങണമെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ആലോചിച്ചപ്പോ കണ്ടെത്തിയതാണ് ഇംഗ്ലീഷൊക്കെ പഠിക്കാനായിട്ടും തുടങ്ങാനായിട്ടും. ബേസിക്കലി ഞാൻ ഞാൻ ഈ ഒരു കേരളത്തിലല്ല ഞാൻ ജനിച്ചതും വളർന്നത്. അപ്പൊ ഞാൻ പുറത്തായിരുന്നു. സോ അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ എനിക്ക് നല്ലപോലെ വഴങ്ങും. അത് വെച്ചിട്ട് അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്കറിയാം, അപ്പൊ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്താൽ എന്താന്ന് എനിക്ക് തോന്നിയോണ്ടും ഹസ്ബൻഡിന്റെ ആ ഒരു സപ്പോർട്ട്, നീ എന്തും ചെയ്തോ എന്നുള്ളൊരു സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അതേപോലെ തന്നെ എനിക്ക് മോട്ടിവേഷണൽ സ്പീച്ച് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയണം, ആൾക്കാരുടെ ഇടയിലൊക്കെ ഇറങ്ങി ചെല്ലണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് അതെനിക്ക് സാധിച്ചു തരുകയോ ചെയ്തു. ഹസ്ബൻഡ് എന്താ പറഞ്ഞാൽ എന്നാ ശരി, നിനക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ നീ ചെയ്തോ എന്ന് എന്നോട് പറയായിരുന്നു. അപ്പൊ നമ്മളോട് പറയാനായിട്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ പറയാണ്, നീ അങ്ങനെ ഒന്നും പോവരുത്, നീ അങ്ങനെ ഇറങ്ങി ചെല്ലരുത്, അവര് കണ്ടാ മോശമാണ്, ഇവര് കണ്ടാ മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അയ്യോ ഞാൻ ഇനി ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന് ഇഷ്ടാവത്തില്ല, അങ്ങനെ പോണോ വേണ്ട എന്നൊക്കെ കൺഫ്യൂഷനോ സംശയമൊക്കെ വരും. അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇറങ്ങി ചെല്ലാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങി ചെല്ലാം. അതിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ നമ്മൾ ചില രീതിയിലൊക്കെ ഹസ്ബൻഡുമാരെ സപ്പോർട്ട് ചെയ്യാത്ത കേസുകളും വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതിന് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇനിയൊരു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പോ തന്നെ ഇച്ചിരി ലോങ് വീഡിയോ ആയിന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ അത് കുറച്ചിട്ട് പറയാം, ബാക്കി ഞാൻ അടുത്ത ഒരു സെക്ഷൻ ആയിട്ട് ഇട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇതിപ്പോ നമുക്ക് സപ്പോർട്ടും എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ കഴിവുകളെ തെളിയിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് നിങ്ങൾ അത് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, എന്ത് കഴിവായാലും ശരി, ഇപ്പൊ പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ എന്ത് കഴിവുണ്ടെങ്കിലും നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക, പബ്ലിക്കായിട്ട് എന്ത് കാര്യം ഇറങ്ങിച്ചെല്ലുക, നിങ്ങളുടെ കഴിവുകളൊക്കെ നിങ്ങൾ വിജയിപ്പിക്കുക, നിങ്ങൾ ഉയർച്ചയിലെത്തട്ടെ, എല്ലാവർക്കും എത്തട്ടെ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക ധൈര്യമായിട്ട്. ഓക്കെ, അപ്പൊ എന്റെ ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ അതുപോലെ ഇറങ്ങിച്ചെല്ലുക. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമാവും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ ഒരു മോട്ടിവേഷൻ സ്പീച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ചാനൽ ഉണ്ട്, അപ്പൊ അതിൽ ഇങ്ങനത്തെ വീഡിയോസ് ആണ് ഇരുന്നതെന്ന് കൂടി പറയാ. അവർക്കും താല്പര്യമാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു അടുത്ത ഒരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.